നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴ, വിമാനത്താവള ചുറ്റുമതിൽ തകർന്നു. കല്ലേരിക്കരയിൽ വീടുകളിൽ വെള്ളം കയറി, വീട്ടുപകരണങ്ങൾക്ക് നാശം. കാറിനും ഓട്ടോയ്ക്കും കേടുപാട്. കമ്മ്യൂൺ ആർട്ട് ഹബിൽ നിറഞ്ഞ ചിത്രങ്ങൾ ഒരുങ്ങിയത് 10ഓളം കലാകാരന്മാരുടെ വരകളിൽ. ക്യാൻവാസുകളിൽ പുനരുജ്ജീവിച്ച് പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയ മുഹൂർത്തങ്ങൾ. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ABC പദ്ധതി നടപ്പിലാക്കണമെന്ന് SDPI. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം ഉടൻ നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വെള്ളം കുത്തിയൊഴുകി, വീടുകളിൽ വെള്ളം കയറി. കല്ലേരിക്കരയിൽ വിമാനത്താവള കവാടത്തിന് സമീപത്തായിരുന്നു സംഭവം. 2 ദിവസമായി ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അപകടങ്ങളും പതിവായിരിക്കുകയാണ്. ശക്തമായ മഴയിൽ വിമാനത്താവളത്തിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിൽ തകരുകയായിരുന്നു. മതിൽ തകർന്ന സ്ഥലത്തിലൂടെ വെള്ളം കുത്തിയൊഴുകി സമീപത്തെ വീടുകളിലും ബൈക്ക് വർക്ക്ഷോപ്പിലും വെള്ളം കയറി. ഓട്ടോ ഡ്രൈവർ K മോഹനന്റെ വീട്ടിനുള്ളിലേക്ക് വെള്ളം ഇരച്ച് കയറിയതിനാൽ വീട്ടുപകരണങ്ങളും വീട്ടുമുറ്റത്ത് പാകിയ ഇന്റർലോക്ക് അടക്കം നശിച്ചു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയ്ക്കും കാറിനും കേടുപാടുകളുണ്ടായി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ക്ഷേത്രക്കുളത്തിൽ ചെളിവെള്ളം നിറഞ്ഞു. ചിറക്കൽ പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രക്കുളത്തിലാണ് സമീപത്തെ പറമ്പിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വന്നത്. പൂർണ്ണമായും മലിനമായ അവസ്ഥയിലാണ് ഇപ്പോൾ കുളം. ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയിലാണ് വെള്ളം കയറിയത്. മത്സ്യങ്ങളും മറ്റും ചത്തുപോകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ജില്ലയിൽ 2 ദിവസമായി കനത്ത മഴയാണ് പെയ്യുന്നത്. ഇത് കാരണം റോഡുകളും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഒരു മഴയിൽ തന്നെ കൂടുതൽ ജലം എത്തുന്നതിനാലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനും ചില സ്ഥലങ്ങളിൽ കുത്തിയൊലിച്ച് മറ്റ് പറമ്പുകളിലേക്ക് എത്താനും കാരണമായത്. ഈ ഒരു അവസ്ഥ തന്നെയാണ് ചുരക്കലിലും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ക്ഷേത്രക്കുളത്തിൽ വെള്ളം നിറഞ്ഞത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിറയെ മത്സ്യങ്ങളെ പരിപാലിക്കുന്ന കുളമാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രിയിൽ പെയ്ത മഴയിൽ തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് വെള്ളം കുത്തിയൊലിച്ചു വന്നത്. കുളം മുഴുവനായും മലിനപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത്. ഭാരത സർക്കാർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന യോഗാസന ഭാരതിന്റെ കണ്ണൂർ ജില്ലാ ഘടക രൂപീകരണം ശനിയാഴ്ച നടക്കും. ചടങ്ങിൽ ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയ യോഗാസന കണ്ണൂർ പ്രസിഡന്റ് ബിജു കാരായിക്കുള്ള അനുമോദനവും ഗുരുഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയുടെ യോഗാസന കണ്ണൂറിൻ്റെ ഉദ്ഘാടനം ഈ 25/5/2024 ഗുരുഭവനിൽ വെച്ച് നടക്കുകയാണ്. വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന യോഗയായി ബന്ധപ്പെട്ടുള്ള കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ നാഷണൽ കോമ്പറ്റീഷൻ, ഖേലോ ഇന്ത്യ, ഒളിമ്പിക്സിലേക്ക് ഒക്കെ മത്സരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പരിശീലനങ്ങളും യോഗാസന പരിശീലനങ്ങളും അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ ജില്ലാ ഘടകം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജഡ്ജസ് ട്രെയിനിങ്, കോച്ചസ് ട്രെയിനിങ്, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായ പാട്യാല, പഞ്ചാബിലെ പാട്യാലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ തിരുവനന്തപുരം സായിലും വെച്ചിട്ടാണ് പരിശീലനങ്ങളൊക്കെ നടത്താറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജില്ലാ ഘടകം ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് മാർച്ച് മാസം നടന്ന ഡിണ്ടിഗലിൽ, തമിഴ്നാട് ഡിണ്ടിഗലിൽ 4ാമത് നാഷണൽ കോമ്പറ്റീഷനിൽ വെങ്കല മെഡൽ, സീനിയർ മെൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ബിജു കാരായി അവർക്കുള്ള ആദരവും, അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള സംഘടനയിൽപ്പെട്ട അവരുടെ മെമ്പർമാരുടെ മക്കൾക്കുള്ള SSLC +2 വിജയികൾക്കുള്ള ഒരു ആദരവ്, ഉന്നത വിജയികൾക്കുള്ള ഒരു ആദരവും അന്നേ ദിവസം അവിടെ നടക്കുകയാണ്.
യോഗാസന കണ്ണൂർ പ്രസിഡന്റ് ബിജു കാരായി അധ്യക്ഷത വഹിക്കും. കേരള പ്രസിഡന്റ് കൈതപ്രം വാസുദേവൻ നമ്പൂതിരി വിശിഷ്ട അതിഥിയാകും. യോഗാസന കേരളയുടെ സെക്രട്ടറി ഷമിൽ മോൻ കലങ്ങാട്ട് മുഖ്യ അതിഥിയായും പങ്കെടുക്കും. കേരള ട്രഷറർ വേലപ്പൻ നായർ, പയ്യന്നൂർ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി കെ ജയരാജ്, ആചാര്യ ഉണ്ണിരാമൻ മാസ്റ്റർ, ബേബിലാൽ, ജ്യോതിഷ് വയനാട് എന്നിവർ സംസാരിക്കും. യോഗാസന കണ്ണൂർ ഭാരവാഹികളായ ബിജു കാരായി, രജിത രാജേന്ദ്രൻ, സജീവ് ഒതിയോത്ത്, കെ പി അജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശക്തരാവുക, സജ്ജരാവുക എന്ന ലക്ഷ്യത്തോടെ നാം മുന്നോട്ട് പോയാൽ നമ്മെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ലെന്ന് വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു. വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള റൈസ് ആൻഡ് ത്രൈവ് ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ബാഖഫി തങ്ങൾ സൗധത്തിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പി കുൽസു. സമൂഹത്തിലെ ജീർണതകൾക്കെതിരെയും യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയകൾക്കെതിരെയുമുള്ള എതിർപ്പുകളുടെ തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനിടയിൽ ദിശാബോധമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനാവുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. ത്രിതല പഞ്ചായത്തുകളിൽ വനിതകൾക്ക് 33% പിന്നീട് 50% റിസർവേഷൻ പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം ലീഗ് തകർന്നുവെന്ന് വിളംബരം കൂട്ടിയവർ ഇന്ന് മുസ്ലിം ലീഗിന്റെ വനിതകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ കണ്ട് അസൂയ പൂണ്ട് നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിരലിലെണ്ണാവുന്ന വനിതകൾ മാത്രം കൂടിച്ചേർന്ന് രൂപീകരിച്ച വനിതാ ലീഗ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് പി കുൽസു പറഞ്ഞു. വല്ലാത്തൊരു ബലം ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ പണ്ടത്തേക്കാളൊക്കെ അപേക്ഷിച്ച് നൽകിയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ കണ്ണൂരിനെ എടുത്തു പറഞ്ഞത് കണ്ണൂരിലെ ചില ബൂത്തുകളെങ്കിലും വനിത മുസ്ലിം ലീഗുകാർക്ക് പോലും അല്ലെങ്കിൽ യൂണിഫോം അംഗങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ചില പ്രത്യേക വാർഡുകളും പ്രദേശങ്ങളുമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോലും ബൂത്തിലിരിക്കാൻ പല ബൂത്തുകളുമുണ്ട്. അത്തരം ബൂത്തുകളിൽ പോലും നമ്മുടെ വനിതകളെ സന്നദ്ധമാക്കി നിർത്തിയ ഒരു കമ്മിറ്റിയാണ് മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. മാത്രമല്ല ഇവിടുത്തെ വനിതാ ലീഗ് അതിന് ധൈര്യം കാണിച്ച് നല്ലയിടത്തോടു കൂടി അവിടെ പോയിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ച പ്രിയപ്പെട്ട ഒരുപാട് പേര്, ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും കുറഞ്ഞു പോകരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സി സീനത്ത് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി പി സാജിദ ടീച്ചർ, സെക്രട്ടേറിയറ്റ് മെമ്പർ റോഷ്നി ഖാലിദ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി, വനിതാ ലീഗ് ജില്ലാ ഭാരവാഹികളായ റംസീന റൌഫ്, കെ എ നാജിയ, സൈനബ അരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്ന വനിതാ ലീഗിന്റെ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനും ഗ്രൈൻഡറും വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ സ്വാഗതവും എം കെ ഷബിദ നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കനത്ത മഴ, വിമാനത്താവള ചുറ്റുമതിൽ തകർന്നു. കല്ലേരിക്കരയിൽ വീടുകളിൽ വെള്ളം കയറി, വീട്ടുപകരണങ്ങൾക്ക് നാശം, കാറിനും ഓട്ടോയ്ക്കും കേടുപാട്. കമ്മ്യൂണിറ്റി ആർട്ട് ഹബിൽ നിറഞ്ഞു ചിത്രങ്ങൾ, ഒരുങ്ങിയത് 10ഓളം കലാകാരന്മാരുടെ വരകളിൽ. ക്യാൻവാസുകളിൽ പുനരുജ്ജീവിച്ച് പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയ മുഹൂർത്തങ്ങൾ. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ABC പദ്ധതി നടപ്പിലാക്കണമെന്ന് SDPI. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം ഉടൻ നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ചാതുര്യം മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് പെയിന്റിംഗ് എക്സിബിഷന് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ തുടക്കമായി. 10ഓളം മ്യൂറൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റുകളുടെ അപൂർവ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് ഉദ്ഘാടനം ചെയ്തു. തൊട്ടാവാടി ചെടിക്ക് തൊട്ടാൽ വാടാതിരിക്കാനാവില്ല. തിരമാലകൾക്കിടയിൽപ്പെട്ടൊരു ഇങ്ങനെ ഇതാണ് പാറക്കല്ലുകളിൽ പൊട്ടിച്ചിതറാതിരിക്കാൻ തിരമാലകൾക്കാവും. അതുപോലെ എനിക്ക് കവിത എഴുതാതിരിക്കാനാവില്ല എന്ന് സുഹൃത്തുക്കൾ. ഇങ്ങനെ തങ്ങൾക്ക് തങ്ങളുടേതായ ആത്മാവിഷ്കാരം നടത്താതിരിക്കാനാവില്ല എന്ന ഒരവസ്ഥയിലാണ് കലാകാരന്മാരും കലാകാരികളും അവരുടെ ആത്മാവിഷ്കാരം നടത്തുകയും അത് പ്രദർശനത്തിന് വെക്കുകയും ചെയ്യും. മഹാത്മാ മന്ദിരത്തിലെ കമ്മ്യൂൺ ദ ആർട്ട് ഹബിൽ വെച്ചാണ് ചാതുര്യം മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് പെയിന്റിംഗ് എക്സിബിഷൻ നടക്കുന്നത്. പയ്യന്നൂർ വിശ്വകലാ അക്കാദമിയിൽ നിന്നും രഞ്ജിത്ത് അരിയിൽ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ പഠിച്ചിറങ്ങിയ കലാകാരന്മാരാണ് പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ ക്യാൻവാസിൽ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് അരിയിൽ, രാമകൃഷ്ണൻ കണ്ണോം, ഷീന TCV, അജിത പുഞ്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ശനിയാഴ്ച നടക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് മുന്നോടിയായി നടക്കുന്ന ഔട്ട്ഡോർ ട്രെയിനിംഗ് പ്രദർശനത്തിൽ കേഡറ്റുകളുടെ വിവിധ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിച്ചു. പരേഡിന് മുന്നോടിയായി നടന്ന ഔട്ട്ഡോർ ട്രെയിനിംഗ് പ്രദർശനത്തിൽ കേഡറ്റുകളുടെ വിവിധ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിച്ചു. ശാരീരിക പരിശീലന പ്രദർശനം, ആയോധനകല, അക്രോബാറ്റിക്, സൈനിക സംഗീതം, നാവിക തുടർച്ച അഭ്യാസം എന്നിവ പ്രദർശനത്തിലുണ്ടായിരുന്നു. അക്കാദമിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രദർശനം വീക്ഷിക്കാൻ അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടിക് പുറമെ ഓഫീസർമാരും കേഡറ്റുകളുടെ രക്ഷിതാക്കളും കേഡറ്റുകളും എത്തിയിരുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കണ്ണൂർ റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പ് നാളെ ആരംഭിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രമേശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കാലത്ത് 9:30 PC വിഷ്ണുനാഥ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനനായ MLA PC വിഷ്ണുനാഥാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് വിവിധ ക്ലാസ്സുകളിൽ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിഷ്ണുനാഥ് നാളെ രാവിലെ ശ്രീപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ എല്ലാ വാർത്തകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പ് നടത്തുന്നത് ഒരു ലീഡർഷിപ്പിനെ, പുതിയ നല്ല ഒരു ലീഡർഷിപ്പിനെ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിലുപരി നമ്മുടെ സബ് ജില്ലാ തല
ജില്ലാതല സമ്മേളനങ്ങൾക്ക് ഉണ്ടായ അഭിപ്രായങ്ങളനുസരിച്ച് അവിടുണ്ടായ തീരുമാനങ്ങളനുസരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും നാളുകളിൽ വരുന്ന അധ്യയന വർഷം അക്കാദമിക് വർഷം വളരെ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനവും അധ്യയന വർഷവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നല്ല നിർദ്ദേശങ്ങൾ ഈ ക്യാമ്പിലൂടെ രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ഇത് നമുക്ക് എല്ലാ തലത്തിലും ക്യാമ്പുകൾ നടക്കും. അപ്പോൾ ഓരോ തലത്തിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ അതിൻ്റെ വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗവൺമെൻറ്റിൽ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് അറിയിക്കുകയും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മേഖല മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും മാധ്യമ ശ്രദ്ധയിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമായാലും പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണമായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നലകളിൽ അനുഭവിച്ച നൽകി വരുന്ന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് തെറ്റായ സമീപനത്തിനെതിരെയും ഈ ക്യാമ്പിൽ ചർച്ചകൾ നടക്കും. അതിനനുസരിച്ചുള്ള രൂപരേഖകൾ നമ്മുടെ അഭിപ്രായങ്ങൾ മേൽക്കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ജില്ലകളിലും, ഒരു ജില്ലയിൽ മാത്രമേ 14 ജില്ലകളിലും ഇതുപോലെ ക്യാമ്പുകൾ നടക്കും. ആ ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി അത് ഗവൺമെൻറ്റിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ കൗൺസിൽ അംഗങ്ങൾ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി ട്രഷറർ, ഉപജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി ട്രഷറർ, സംസ്ഥാന ജില്ലാ ഉപസമിതി ഭാരവാഹികളടക്കം 150 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം 26 വൈകുന്നേരം 3 മണിക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ, സാമൂഹിക, സർവീസ് മേഖലകളിലെ വിവിധ പ്രശ്നങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും. വർത്തമാനകാലത്തെ കാലിക പ്രസക്തമായ 5 വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുക്കുമെന്നും രമേശൻ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് U ബാലചന്ദ്രൻ, സെക്രട്ടറി TV ഷാജി, രജീഷ് കാളിയത്താൻ, KK അനീഷൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ +2 പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫുൾ മാർക്ക് നേടിയ കുട്ടികൾക്ക് അനുമോദനവും 4 വർഷ ഡിഗ്രി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി കണ്ണൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KR മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ നേട്ടം നിങ്ങളുടെ മാത്രം നേട്ടമല്ല, മറിച്ച് നിങ്ങളെ ഇത്തരത്തിൽ മോൾഡ് ചെയ്ത് വളർത്തിയെടുത്ത, നിങ്ങളെ ഇങ്ങനെ നല്ല മക്കളാക്കി വളർത്തിയെടുത്തെങ്കിൽ അത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം തന്നെയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ. അപ്പോൾ മാതാപിതാ ഗുരുദൈവം എന്നാണ് പറയുക. അപ്പോൾ മാതാപിതാക്കളെ, നിങ്ങളുടെ ഗുരുജനങ്ങളെ ഒക്കെ ഞാൻ പ്രത്യേകം ഈ നേട്ടത്തിൽ അവരെയും കൂടി അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ അനുഗ്രഹത്തോടെ അല്ലെങ്കിൽ അവർ നയിച്ച വഴിയിലൂടെ വന്നപ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഇത്രയും മാർക്ക് നേടാനായിട്ട് കഴിഞ്ഞതെന്നുള്ളത് നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റും. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. VC പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ T ജിജി കുമാരി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അതിനൊരു സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം. Then you can also study multidisciplinary subject. അപ്പോൾ നേരത്തെയൊക്കെ ഇവിടെ ഇരിക്കുന്ന പാരൻസും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് അടക്കം നമ്മളെല്ലാം പഠിച്ചത്, ഇപ്പോൾ ഡിഗ്രി ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒന്നുകിൽ 2 സബ്സിഡറി പേപ്പർ ഉണ്ടാവും. ഒന്ന് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ്. അങ്ങനെയായിരുന്നു സബ്സിഡറി പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ പ്രസന്റ് നിലനിൽക്കുന്ന സിലബസിൽ സപ്ലിമെന്ററി എന്നുള്ള പേരിന് പകരം കോംപ്ലിമെന്ററി കോഴ്സ് എന്നാണ് പറയുന്നത്. MP ജിതേഷ്, PP ശിവനാരായണൻ, VP പ്രകാശൻ, ബെന്നി മാത്യു, JB ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചതായി MCDC സീനിയർ ഫാക്കൽറ്റിമാരായ ഗിരിജ പീറ്റർ, റഹീമ റഹീം എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന 4 കോഴ്സുകളാണ് ഉള്ളത്. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് ഫീസ് ആനുകൂല്യവും ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കൊടുത്തു വരുന്നത് പലതരം കോഴ്സുകളാണ്. ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ മോണ്ടിസോറിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, അതുപോലെ +2 വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, ഡിഗ്രിയോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസമുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നിങ്ങനെയാണ് കോഴ്സുകൾ വരുന്നത്. ഇനി 2 വർഷത്തെ TTC കഴിഞ്ഞ യുവതികളാണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ സൂമിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ് ഒന്നുമല്ല, ലൈവ് ക്ലാസ്സാണ്. 2 മണിക്കൂറുള്ള ക്ലാസ്സാണ്. ഡെയിലി 2 മണിക്കൂറുള്ള ക്ലാസ്സാണ് കൊടുത്തു വരുന്നത്. ഇനി ഡെമോ ക്ലാസ് വേണമെങ്കിൽ ഡെമോ ക്ലാസ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഡെമോ ക്ലാസ് കണ്ടിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രായപരിധിയില്ല, യുവതികൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യും.
10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന 4 കോഴ്സുകളാണുള്ളത്. സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസറി എഡ്യൂക്കേഷൻ, ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസറി എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസറി എഡ്യൂക്കേഷൻ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസറി എഡ്യൂക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസ് ആനുകൂല്യവുമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് സൂം വഴി ക്ലാസ്സിൽ പങ്കെടുക്കാമെന്നും കോഴ്സ് കോർഡിനേറ്റർ അറിയിച്ചു. ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള നിലയ്ക്ക് ഏൺ ആൻഡ് ലേൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതും ഈ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ BEdോ TTCയോ ചെയ്യുന്ന കുട്ടികൾ സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂൾ PSC ത്രൂ ആണ് പോകുന്നത്. എയ്ഡഡ് സ്കൂളുകളിൽ ലക്ഷങ്ങൾ കെട്ടിവെച്ച് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എയ്ഡഡ് സ്കൂളുകൾ LKG UKG ക്ലാസ്സുകളിലേക്ക് നമ്മളുടെ ഈ കോഴ്സ് ചെയ്തിട്ട് അവർക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്പർ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട്. അതായത് BEd TTC ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ ഈ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തതിന് ശേഷം LKGയിലോ UKGയിലോ അവരുടെ ടീച്ചേഴ്സായിട്ട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ടീച്ചേഴ്സായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നീട് ഈ ഒരു BEd സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ TTC സർട്ടിഫിക്കറ്റ് വെച്ച് അതൊരു എൻട്രി ടോക്കൺ പോലെ, നമ്മളുടെ സർട്ടിഫിക്കറ്റ് അവർക്കൊരു എൻട്രി ടോക്കൺ പോലെ, അതുപോലെ അവരുടെ ടീച്ചിങ്ങിലും അത് ഒരുപാട് ഹെൽപ്ഫുള്ളാകും. ഒരു സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കനത്ത മഴ, വിമാനത്താവള ചുറ്റുമതിൽ തകർന്നു. കല്ലേരിക്കരയിൽ വീടുകളിൽ വെള്ളം കയറി, വീട്ടുപകരണങ്ങൾക്ക് നാശം, കാറിനും ഓട്ടോയ്ക്കും കേടുപാട്. കമ്മ്യൂൺ ദ ആർട്ട് ഹബിൽ നിറഞ്ഞു ചിത്രങ്ങൾ. ഒരുങ്ങിയത് 10ഓളം കലാകാരന്മാരുടെ വരകളിൽ. ക്യാൻവാസുകളിൽ പുനരുജ്ജീവിച്ച് പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയ മുഹൂർത്തങ്ങൾ. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ABC പദ്ധതി നടപ്പിലാക്കണമെന്ന് SDPI. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം ഉടൻ നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. MyG ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി MyG ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്.
അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം വൈകിപ്പിക്കുന്നതിനെതിരെ SDPI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SDPI ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക, തെരുവുനായ ആക്രമണം ഇല്ലാതാക്കാൻ ABC പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുകയാണെന്നും സ്കൂൾ തുറക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾ തെരുവുനായ ആക്രമണ ഭീഷണി നേരിടേണ്ടി വരുന്ന കാര്യം സർക്കാർ ഗൗരവകരമായി കാണണമെന്നും ജലാലുദ്ദീൻ പറഞ്ഞു. ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും തന്നെ MLAക്കോ MPക്കോ ഒരിക്കലും തന്നെ അറിയാൻ സാധ്യതയില്ല, ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. ഇലക്ഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൃദ്ധരെയും കുട്ടികളെയും അവശ്യ ജനങ്ങൾ യുവാക്കളെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമെങ്കിലും അത് കഴിയുന്നതോടുകൂടി അത്ര ആളുകളെ കാണണമെങ്കിൽ അവരുടെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ അനുവാദത്തോട് മാത്രം കാണാവുന്ന ചുറ്റുപാടാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏതായാലും ഇവിടെ ഇപ്പോൾ സമരം ചെയ്യുന്നത് ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കെല്ലാം ജനങ്ങളിൽ കൂടി വളർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ പെൻഷൻ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ നാട്ടിന്റെ വികസനത്തിനൊക്കെ ആയിക്കോട്ടെ, അതോടൊപ്പം നായശല്യം, ഇത്തരം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ അല്പസമയം കളക്ടറേറ്റ് മുമ്പിൽ കുത്തിയിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷബീർ കണ്ണാടിപ്പറമ്പ്, ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ മൗലവി, മുസ്തഫ നാറാത്ത്, ഷംസീർ PTV, റഫീഖ് കീച്ചേരി, റജീന ടീച്ചർ, നിയാസ് തറമ്മൽ, ഷാഫി സി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ പെൻഷൻ സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിന് സ്പർശ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സിസ്റ്റം ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് രക്ഷ എന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ വിമുക്ത ഭടന്മാർക്ക് അവരവരുടെ പെൻഷൻ സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവുന്നതാണ്. DSC ആയുർവേദിക് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേണൽ ലോകേന്ദ്ര സിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. We thought of providing an outreach extension of this facility to all of you, and we do hope that your various issues and grievances do get resolved in a faster time frame. Thank you so much. Also at the same time would like to tell you all that this wellness center under Ayush providing an Ayurvedic treatment also has been opened. It's also meant for the ex-servicemen out here. You can avail this facility. It's also very, very concessional rates. In times to come, they will make it, they have already progressed to make it empaneled with the ECHS and make it cashless also. Paperwork is underway. Very soon, in a couple of months or so, that facility will also be made available for treatment here. വിമുക്ത ഭടന്മാരുടെ പെൻഷൻ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പർശ്. 32 ലക്ഷം വിമുക്ത ഭടന്മാർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി കൂടിയാണിത്. ഡിഫൻസ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ബാങ്ക് ഓഫ് ബറോഡയുമായും HDFC ബാങ്കുമായും ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ടാണ് സ്പർശ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത്. പെൻഷൻ ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുന്നതിനും മറ്റ് ഇടനിലക്കാരില്ലാതെ വിമുക്ത ഭടന്മാരുടെ പെൻഷൻകാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ക്രെഡിറ്റ് ചെയ്യുന്നതിനുമുള്ള വെബ് അധിഷ്ഠിത സംവിധാനമാണ് സ്പർശ്. ഡിഫൻസ് പെൻഷൻകാർക്ക് അവരുടെ പെൻഷൻ അക്കൗണ്ടിന്റെ എല്ലാ വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണിത്. പ്രിൻസിപ്പൽ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് പ്രയാഗ്രാജ് മുഖേന ഡിഫൻസ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റാണ് ഈ സംവിധാനം നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണത്? അതായത് സ്പർശ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഫൻസിൻ്റെ പെൻഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കറിയാം ആർമി, നേവി, എയർഫോഴ്സ്, അതുകൂടാതെ സിവിലിയൻസ്, ഇവരുടെ പെൻഷനെല്ലാം ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രോഗ്രാമായ ഡിജിറ്റൽ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ വന്നുള്ളൊരു പ്രോഗ്രാമാണ് സ്പർശ്. അതായത് ഒരു സിംഗിൾ അംബ്രല്ല, അതിൻ്റെ ഒരു സിംഗിൾ അംബ്രല്ലയിൽ എല്ലാ പെൻഷനേഴ്സിനും കൊണ്ടുവരാം.
എല്ലാ ബാങ്കിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർ, ഫാമിലി പെൻഷനേഴ്സ്, ഇവരെല്ലാം ഇപ്പോൾ സ്പർശ് പ്രോഗ്രാമിലൂടെയാണ് വരുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പെൻഷൻ കിട്ടുന്നില്ല, പല ആൾക്കാർക്കും ഫാമിലി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് അല്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DSC സെൻറ്റർ റെക്കോർഡ്സ് കണ്ണൂർ ഇന്ന് അറേഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പെൻഷനേഴ്സ് എല്ലാവരും ആർമിക്കാരാണ്. അവരുടെ ഗ്രീവൻസും കംപ്ലയിൻ്റാണ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നത്. മദ്രാസ് റെജിമെന്റ് 3-ാം ബറ്റാലിയനിലെ വിമുക്ത ഭട സംഘടനയുടെ വാർഷികാഘോഷവും കുടുംബസംഗമവും വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ക്യാപ്റ്റൻ ലക്ഷ്മൺ P ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കണ്ണൂർ എന്ന ഗ്രൂപ്പ് 2016 ആരംഭിച്ചതായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം കൊറോണയുടെ കാലങ്ങളിൽ മാത്രം നമ്മുടെ കുടുംബസംഘം നടന്നിരുന്നില്ല. ഇതിനു മുന്നേയുള്ള എല്ലാ പരിപാടികളിലും യോഗത്തിൽ ക്യാപ്റ്റൻ ദിനേശൻ PK അധ്യക്ഷത വഹിച്ചു. ഈ വർഷം മരണമടഞ്ഞ നായിക് നകുലന് ആദരാഞ്ജലി അർപ്പിച്ചു. സെക്രട്ടറി ഭാസ്കരൻ, ക്യാപ്റ്റൻ ദിനേശൻ PK, കൃഷ്ണൻ, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും ഉന്നത വിജയികൾക്ക് പ്രോത്സാഹന സമ്മാന വിതരണവും നടത്തി. മികച്ച ഫുട്ബോളർമാരായിരുന്ന ദാസൻ, ചന്ദ്രൻ എന്നിവരെ ഷോൾ അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. ജോസ് വെട്ടുകല്ലിക്കുഴിയിൽ നന്ദി അറിയിച്ചു. പെരിങ്ങോം പോത്തോംകണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന 19ാമത് തുരീയം സംഗീതോത്സവം മെയ് 28 മുതൽ. സംഗീതോത്സവം പയ്യന്നൂർ ശ്രീഭവ ഓഡിറ്റോറിയത്തിൽ മെയ് 28 മുതൽ 41 ദിവസങ്ങളിലായാണ് നടക്കുകയെന്ന് സംഘാടകരായ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19ാമത് പ്രാവശ്യം നടത്തുന്ന തുരീയം സംഗീതോത്സവത്തിൻ്റെ ഒരു അറിയിപ്പിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. 19 വർഷം മുൻപ് സംഗീതത്തിൻ്റെ കുലപതി എന്ന് പറയാവുന്ന MS വിശ്വനാഥൻ തിരിതെളിച്ചാണ് സംഗീതോത്സവം, തുരീയം സംഗീതോത്സവം ആരംഭിച്ചത്. അതിനുശേഷം 9 ദിവസം, 11 ദിവസം, 21 ദിവസം, 41 ദിവസം, 61 ദിവസം, 101 ദിവസം, ഇങ്ങനെ പല പടവുകളിൽ പല വർഷങ്ങളിൽ സംഗീത ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആനന്ദഭവനം. തുരീയം സംഗീതോത്സവം 19ാമത് പ്രാവശ്യം ഈ വർഷം മെയ് മാസം 28 മുതൽ ജൂലൈ മാസം 27-ാം തീയതി വരെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിവസത്തിൻ്റെ പ്രാരംഭ സമ്മേളനത്തിൽ T പത്മനാഭൻ, റിയൽ അഡ്മിറൽ K മോഹനൻ, M മുകുന്ദൻ, ചലച്ചിത്രകാരൻ S പ്രിയദർശൻ, ശ്രീമതി ടീച്ചർ XMB, MLA TI മധുസൂദനൻ എന്നിവർ പങ്കെടുക്കുമെന്ന് കരുതുന്നു. അതിനുശേഷം അന്ന് സംഗീതത്തിൻ്റെ പല ഭാഷകളിൽ പറഞ്ഞാലും വിശേഷങ്ങൾ കൊണ്ട് തീരാത്ത പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ആദ്യ സംഗീത പരിപാടി അവതരിപ്പിക്കും പുല്ലാങ്കുഴലിൽ. അദ്ദേഹം ഏകദേശം 16-17 വർഷമായിട്ട് സ്ഥിരമായിട്ട് തന്നെ തുരീയം സംഗീതോത്സവത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ സംഗീത തലം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാസംഗീതജ്ഞനാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം ഇന്ത്യയിലെ പല തലത്തിൽ പല രീതിയിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരാണ് സംഗീത പരിപാടിയിൽ അവതരിപ്പിക്കുന്നത്. 28-ന് വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന പ്രാരംഭ സമ്മേളനത്തിൽ കഥാകൃത്ത് T പത്മനാഭൻ, റിയൽ അഡ്മിറൽ K മോഹനൻ, M മുകുന്ദൻ, പ്രിയദർശൻ, ശ്രീമതി ടീച്ചർ TI മധുസൂദനൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഹിന്ദുസ്ഥാനി സംഗീതം, പുല്ലാങ്കുഴൽ, പത്മവിഭൂഷൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യയുടെ സംഗീതത്തോടെയാണ് സംഗീതോത്സവം തുടങ്ങുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മല്യാടി സഹോദരന്മാരായ ശ്രീരാം പ്രസാദ്, രവികുമാർ എന്നിവരുടെ വായ്പാട്ട്, MK ശങ്കരൻ നമ്പൂതിരി, വിവേക് സദാശിവം, നിത്യാശ്രീ മഹാദേവൻ, മദ്രാസ് P ഉണ്ണികൃഷ്ണൻ, ഡൽഹി P സുന്ദർ രാജൻ, സാകേത് രാമൻ, കാഞ്ചന സഹോദരിമാർ തുടങ്ങിയവരുടെ വായ്പാട്ട്, കഥകളിപ്പദ കച്ചേരിയും സമാപന ദിവസം വൈകുന്നേരം 3 മണി മുതൽ ഹിന്ദുസ്ഥാനി സംഗീതം, സുമിത്ര ഗുഹയുടെ പാട്ട്,
6:30 സമാപന സമ്മേളനത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, ടി പത്മനാഭൻ, കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ, DIG തോംസൺ ജോസ്, വിദ്യാധരൻ മാസ്റ്റർ, സിനിമാ സംവിധായകൻ കമൽ തുടങ്ങിയവർ സംബന്ധിക്കും. പഞ്ചരത്ന കീർത്തന ആലാപനവും ഉണ്ടായിരിക്കും. പ്രവേശനം പാസ് മൂലമായിരിക്കും നിയന്ത്രിക്കുക. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അസീം, ഡോക്ടർ രഞ്ജിത് കുമാർ A. രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു. ഫേസ്ബുക്കിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന് കണ്ട് പണം നിക്ഷേപിച്ച പരാതിക്കാരന് 1,65,000 രൂപ നഷ്ടപ്പെട്ടു. നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ലാഭമോ അടച്ച പണമോ തിരികെ നൽകാതെയാണ് തട്ടിപ്പിനിരയാക്കിയത്. മറ്റൊരു പരാതിയിൽ ഓൺലൈനായി ലോണിന് അപേക്ഷിച്ചയാൾക്ക് 1,09,500 രൂപയും നഷ്ടപ്പെട്ടു. ലോൺ ലഭിക്കുന്നതിന് വിവിധ ചാർജുകൾ നൽകണമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനു ശേഷം അടച്ച പണമോ ലോണോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി ജാഗ്രത പുലർത്തേണ്ടതും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടില്ലാത്തതും ആരും തന്നെ വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം നൽകുകയോ ചെയ്യരുതെന്നും സൈബർ പോലീസ് അറിയിച്ചു. ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലവയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,640, പവന് 53,120 രൂപ, വെള്ളി 97 രൂപ. കാലാവസ്ഥ. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നൽ, കാറ്റ് എന്നിവയോട് കൂടിയ മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യും. ഇന്നു മുതൽ നാളെ വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. മെയ് 25 രാവിലെ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായും തുടർന്ന് മെയ് 25 വൈകുന്നേരത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായും ഇത് മാറാൻ സാധ്യതയുണ്ട്. തുടർന്ന് മെയ് 26 രാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും ഖെപ്പുപാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ പെയ്യും. അതേസമയം മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടിയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കനത്ത മഴ, വിമാനത്താവള ചുറ്റുമതിൽ തകർന്നു. കല്ലേരിക്കരയിൽ വീടുകളിൽ വെള്ളം കയറി, വീട്ടുപകരണങ്ങൾക്ക് നാശം, കാറിനും ഓട്ടോയ്ക്കും കേടുപാട്. കമ്മ്യൂൺ ആർട്ട് ഹബിൽ നിറഞ്ഞ ചിത്രങ്ങൾ ഒരുങ്ങിയത് 10ഓളം കലാകാരന്മാരുടെ വരകളിൽ. ക്യാൻവാസുകളിൽ പുനരുജ്ജീവിച്ച് പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയ മുഹൂർത്തങ്ങൾ. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ABC പദ്ധതി നടപ്പിലാക്കണമെന്ന് SDPI. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം ഉടൻ നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.